താരപരിവേഷത്തോടെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലം സിനിമാ മേഖലയെ അടക്കിവാണ അമ്മ സംഘടന ഇന്ന് വില്ലൻ പരിവേഷത്തിലാണ്. മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചതോടെ താരസംഘടന ഇല്ലാതായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതു മുതൽ സിനിമാ മേഖലയാകെ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ്. പീഡന കഥകളാണ് എങ്ങും പുറത്തു വരുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ കലയെ മാത്രം സ്നേഹിച്ച നമുക്ക് ചുറ്റുമുള്ള കലാകാരന്മാരുടെ നെഞ്ചു പിടയുകയാണ്. ചിലർ താരസിംഹാസനങ്ങൾ പണിതു, മറ്റു ചിലർ എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോഴും ജീവിക്കുന്നു. തൻ്റെ 13-ാം വയസ്സിൽ കലയ്ക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ഒരു കലാകാരിയുണ്ട് ഇങ്ങ് കണ്ണൂരിൽ. നാടകത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരച്ഛൻ്റെ മകൾ. പേര് കണ്ണൂർ ശ്രീലത. കനൽ വഴികൾ താണ്ടിയാണ് കണ്ണൂർ ശ്രീലത കലാജീവിതത്തിൽ സഞ്ചരിച്ചത്. ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് നമ്മൾ അവരുടെ ജീവിതം ചോദിക്കുക? ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് അവർക്കിതൊക്കെ തുറന്നു പറയാൻ കഴിയുക? BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായുള്ളത് പ്രശസ്ത നാടക, സിനിമ, സീരിയൽ താരം കണ്ണൂർ ശ്രീലതയാണ്. മലയാള സിനിമയിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ അവർ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം കണ്ണൂർ ശ്രീലത. നമസ്തേ. ചേച്ചി, നമ്മൾ പറഞ്ഞതുപോലെ മലയാള സിനിമയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഈ കേൾക്കുന്നതിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോ? സംഭവാമേ യുഗേ യുഗേ, വരാനുള്ളത് വഴി തങ്ങില്ല. എന്തൊക്കെ സംഭവിക്കുന്നുവോ, എന്തൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും എനിക്ക് വലിയ അറിവ് പോരാ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും തന്നെ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 41 വർഷമായി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ആരിൽ നിന്നും എനിക്കൊരു മോശമായ ഒരു പെരുമാറ്റം ഇന്ന് വരെ എനിക്കുണ്ടായിട്ടില്ല. പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റം അനിവാര്യമാണല്ലോ എന്തിനും. ചിലപ്പം പ്രകൃതി കൊടുക്കുന്ന ഒരു എന്താ പറയുക, തെറ്റിനുള്ള ഒരു ഇതായിരിക്കാം, ഒരു അടിയാവാം. ഇതുകൊണ്ട് ചിലപ്പം കുറേ പേര് തെറ്റ് തിരുത്തി ജീവിച്ചെന്നും വരാം. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും, സിനിമാ മേഖല മാത്രമല്ല എല്ലായിടത്തും ഇങ്ങനെ ഓരോ സംഭവങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നടക്കുന്നുണ്ട്, ഗവൺമെൻറ് ഓഫീസുകളിൽ നടക്കുന്നുണ്ട്, വ്യക്തി ജീവിതങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ല, മേലെയിരിക്കുന്ന ഭഗവാന്റെ ഒരു പ്രകൃതി വിലാസമാണത്. അപ്പം അതിൽ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സത്യസന്ധത, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസം, നമ്മുടെ ഒരു ഊർജം, കാരണം നമുക്ക് നമ്മുടേതായ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, അതിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയും അതുപോലെ നമ്മൾ ദൈവത്തിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരു തെറ്റും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. ദൈവമാണ് എല്ലാം തീരുമാനിക്കുന്നതും. ചില കാലഘട്ടങ്ങളിൽ നമ്മൾ കേൾക്കാനുള്ളത് കേൾക്കും, അത് നമുക്ക് ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചതല്ല കേൾക്കുന്നത്, അത് അനുഭവിക്കാതെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ
ദൈവം നമുക്ക് ഈശ്വരനായിട്ട് നമുക്കൊരു ധൈര്യം തരികയാണ്. ആ ധൈര്യം കൊണ്ട് മാത്രമാണ് ഇന്നും ജീവിതം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ചേച്ചി പറഞ്ഞ ആ കാര്യം, ഒരു ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന രീതിയിൽ വലിയ പ്രചരണം നടക്കുന്നു, അത് കണ്ണൂർ ശ്രീലതയുടെ പേരിലേക്ക് വരുന്നു. അത് ജീവിതം വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല, എൻ്റെ വ്യക്തിബന്ധങ്ങളിൽ പോലും ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ധൈര്യം തന്നത് നമ്മുടെ ഒരു കുടുംബ സുഹൃത്തും എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടുമായ AP കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളും അവരുടെ മകനുമാണ്. അവരാണ് ഇപ്പോഴും എൻ്റെ ഭർത്താവ്. AP കൃഷ്ണൻ്റെ മകനാണ് ഇപ്പോഴും എൻ്റെ ഭർത്താവ്. അവർ തന്ന ആ ധൈര്യം ഉണ്ടല്ലോ, പേപ്പറിൽ ഇങ്ങനെയൊക്കെ വരും, നീ തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നിനക്കെന്താ പേടിക്കാൻ, നീ വീണ്ടും തിരിച്ച് വരണം എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങളും മറ്റുള്ളവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ചെയ്യാത്ത കുറ്റത്തിനാണ്. ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണൂരിൽ മാന്യ മഹാജനങ്ങളെ എന്ന് പറഞ്ഞ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഞാൻ എറണാകുളത്ത് തമ്മിൽ എന്ന് പറഞ്ഞ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഞാൻ അഭിനയിക്കുന്നു. അവിടെ എന്നെ മധുബാൽ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മധുബാലിനൊരു ഫോൺ കോൾ വരുന്നു. മധുബാൽ പെട്ടെന്ന് എണീറ്റ് പോയി. അപ്പോൾ എന്താ, അയ്യോ എനിക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ല, കാരണം അവരെൻ്റെ മുന്നിലുണ്ട്, അവരോട് ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെ ഞാനെങ്ങനെയാണ് അത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ടുള്ള എഡിഷനിൽ കൂടെ ഇതൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്ന്. ഇപ്പോഴും എനിക്കറിയില്ല എന്തിനു വേണ്ടിയാണ് എൻ്റെ പേരിൽ അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായത് എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ചിലപ്പം എൻ്റെ വളർച്ചയിൽ എല്ലാവർക്കും അസൂയ തോന്നിയിട്ട് ചെയ്തതാവാം. എന്തായാലും ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തു. ഇൻഡസ്ട്രിയിൽ നിന്നും കണ്ണൂർ ശ്രീലത എന്ന നടിയെ പുറത്താക്കുക എന്ന ഗൂഢലക്ഷ്യം അതിന് പിന്നിൽ ഉണ്ടായിരുന്നോ? പുറത്താക്കാനുള്ള ലക്ഷ്യമുണ്ടോ എന്നുള്ളത് ആരായിരുന്നു അതിന് പിന്നിൽ, ആരാണെന്ന് എനിക്കതൊന്നും അറിയില്ല. ഇപ്പോഴും അറിയില്ല. കാരണം ആ പത്രം അന്നൊരു ദിവസം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നീട് ആ പത്രത്തിൻ്റെ ആരെയും കണ്ടിട്ടില്ല. ആരെയും കേസ് കൊടുക്കാനും പറ്റില്ല. ഞാൻ അതിൻ്റെ അവിടെ ഇരിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളറോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ ഇതൊക്കെ സിനിമയിൽ സാധാരണമാണ്, ഇതൊക്കെ നീ ചെയ്യാത്ത കുറ്റം, നിനക്ക് പറയായിരുന്നില്ലേ, ഞാനിവിടെ എറണാകുളത്തല്ലേ ഉള്ളത്, ഇവിടെയാണ് ബലാത്സംഗം നടന്നതെന്ന് നിനക്ക് പറയായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു. അപ്പം എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ബ്രദറും ഉണ്ട് കൂടെ. ഇത്രയും പേര് ജനങ്ങളെ കണ്ണൂരിൽ ഷൂട്ടിൽ ഏതെങ്കിലും മറ്റൊരു ശ്രീലത അഭിനയിക്കുന്നുണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെ ഒരു നടിയേ ഇല്ല. മാറിപ്പോയെന്നൊന്നുമല്ല, മനഃപൂർവ്വം എന്നെ കരിവാരിത്തേക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന അലവിദേശ കലാസമിതിയിലെ അംഗങ്ങളും കുറേ നാടക പ്രവർത്തകരും കൂടെ നല്ലൊരു പ്രതിഷേധ പ്രകടനം നടത്തി ഇവിടെ കണ്ണൂരിൽ. അവർ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ മീറ്റിംഗ് കൂടുകയും അതിനെപ്പറ്റി ശക്തമായിട്ട് എതിർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ 10 വർഷത്തോളം ഞാൻ ഫീൽഡിൽ നിന്ന് വിട്ടുനിന്നു. എൻ്റെ ബാക്കിയുള്ളവർക്ക്, കുടുംബാംഗങ്ങളൊക്കെ എങ്ങനെ നമ്മൾ മുഖത്ത് നോക്കും, മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് എന്തുത്തരം പറയും. ഇന്നത്തെ പോലെ ധൈര്യം അന്ന് എനിക്കുണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ ഇങ്ങനെ നടന്നില്ല, അത് കള്ളമാണെന്ന് നമുക്ക് പറയാനുള്ളൊരു വേദി എനിക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ചാനലിനോ, അന്ന് ഇനി ചാനലൊന്നും ഇല്ലല്ലോ, ഒരു പത്രക്കാരോട് വിളിച്ചു പറഞ്ഞാൽ അത് വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലാക്കും. അതുകൊണ്ട് പിന്നെ ആണെങ്കിൽ ഞാൻ അങ്ങനെ പലരും പല രീതിയിൽ പറഞ്ഞു. ഞാൻ കണ്ടു അവരെ ബ്ലഡിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ വ്യക്തികൾ ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡായിട്ടിരിക്കുന്ന പ്രകാശൻ ഈ വിവരം അറിഞ്ഞ് അവരച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, പോയി അന്വേഷിക്കണം നീ അവളെ, അവൾക്ക് ധൈര്യം കൊടുക്കണം, അവളെ കൂടെ നിൽക്കണം. ഇങ്ങനെ പത്രങ്ങളിൽ പലതും അടിച്ചു വരും. അതൊരു 3-4 ദിവസത്തേക്ക്. അത് കഴിഞ്ഞാലുള്ള ഇത് തീർന്നു, തേച്ചു മായ്ച്ചു പോയി. അപ്പോൾ നീ ഒരിക്കലും അതങ്ങനെ വിട്ടുകളയരുത്. അങ്ങനെ ഈ എൻ്റെ ഹസ്ബൻഡ്, ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് സഫേർ ടൂറിസ്റ്റ് ഹോമിൽ പോയി അജിക്കയോട് സംസാരിച്ചു. അജിക്ക പറഞ്ഞു, അത് വിട്ടുകളാ, അത് എനിക്ക് വേണ്ടി ചെയ്ത, സഫേർ ടൂറിസ്റ്റ് ഹോമിനെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതാണ്, അത് വിട്ടുകളാന്ന്. എന്നിട്ടും പുള്ളി കണ്ണൂരിലിരിക്കുന്ന എല്ലാ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി
കണ്ണൂർ ശ്രീലത എന്ന് പറഞ്ഞ നടി ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന്. ഒരു ഹോസ്പിറ്റലിൽ എന്നെ കാണാൻ പറ്റിയില്ല. ഒരു ഹോസ്പിറ്റലും ഞാനെന്ന വ്യക്തിനെ ആർക്കും കാണാൻ പറ്റിയില്ല. പിന്നെ ജെ ഹോസ്പിറ്റലുണ്ടല്ലോ നമ്മളെ തെക്കിയിലിരിക്കുന്നത്, അവിടെ പോയപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു എനിക്ക് ശ്രീലതനെ അറിയാം, ശ്രീലത ഇവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പത്രക്കാർ എന്തിനു ചെയ്തു, എന്തായിരിക്കാം അവരുടെ മോട്ടിവേഷൻ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ ആ സത്യാവസ്ഥ എന്നെങ്കിലും ഒരു പുറത്തു വരുമല്ലോ, എന്നായാലും സത്യം പുറത്തു വരുമല്ലോ. അപ്പം ആരാണ് ഇതിൻ്റെ പിന്നിലെന്നത് അത് പുറത്തു വരണമെന്നൊരാഗ്രഹം ഇപ്പോഴും ഉണ്ട് എനിക്ക്. ആരായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു അത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരന്മാരുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ തെളിയിച്ചു. ജീവിതം തളർത്തി കളഞ്ഞു, തീർച്ചയായിട്ടും തളർത്തി. പിന്നീട് ഞാൻ തിരിച്ചു വരുന്നത് സീരിയലിലാണ്. സീരിയലിൽ വന്നതിന് ശേഷമാണ് പിന്നെ സിനിമ. പിന്നെ അതിനിടയിൽ ഈ പ്രകാശൻ തന്നെ ചെയ്തുകൊണ്ടിരുന്ന 2 ടെലിഫിലിമുകളിലാണ് ആദ്യം പിന്നെ എന്നെ തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ നീ ഒരു കലാകാരിയായി വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ അവരച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആവശ്യങ്ങൾക്കും നീ പ്രകാശനോട് സംസാരിക്കണം, നിൻ്റെ വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ പ്രകാശനോട് സംസാരിക്കണം, അവൻ അതിന് കൂടെ നിന്ന് നിനക്ക് സാന്ത്വനം തരും, അതുകൊണ്ട് നീ കൂടെ. അതുപോലെ പ്രകാശനോടും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അവളെ കൈവെടിയരുത്, അവളെ കൂടെ നിന്ന് സഹകരിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടുന്നതെല്ലാം നീ ചെയ്തു കൊടുക്കണം. അപ്പോൾ ആ ബന്ധം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുവെങ്കിലും, അതായത് പ്രകാശേട്ടൻ 2 ടെലിഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹലോ ഇൻസ്പെക്ടർ, പിന്നെ ഒന്ന് ചുഴി എന്ന് പറഞ്ഞു. ഈ 2 സീരിയലിലും ഞാൻ 2 ടെലിഫിലിമിലും ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുമുണ്ട്. ശേഷമാണ് പിന്നെ ഞാൻ രാജകീയത്തിലേക്ക് തിരിച്ചു വരുന്നത് വീണ്ടും. സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് അത്ര വലിയ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സുകളൊന്നും കിട്ടിയിട്ടില്ല. അവിടെയൊക്കെ നിഴലിച്ച് നിൽക്കുന്നത് ഈ ബലാത്സംഗ കഥകളൊക്കെ ആയിരിക്കാം. ചിലപ്പം എന്താണെന്ന് എനിക്കറിയില്ല, ആയിരിക്കാം. അല്ലെങ്കിൽ ആ 10 വർഷത്തെ ഗ്യാപ്പിൽ അതുവരെ ഞാൻ കത്തി നിന്നിരുന്ന ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഡൗൺ ആയപ്പോൾ അത് പിന്നെ തിരിച്ചു വരുമ്പോൾ പലർക്കും ശ്രീലതയോ അവരെ ഒന്നും നമുക്കത്ര ആ 10 വർഷത്തെ ഗ്യാപ്പ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് രാജകീയം ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്, കണ്ണൂരിൽ തന്നെയാണ്. അപ്പോഴാണ് രഞ്ജിത്തും സജീവെല്ലാം കൂടെ വന്ന് കണ്ടിട്ടാണ് അതിലൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്. അതാണ് പിന്നീട് എൻ്റെ സിനിമാ ജീവിതത്തിൽ രണ്ടാമത്തെ ഒരു തിരിച്ചുവരവ്. അപ്പോൾ ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഇങ്ങനെ വലിയ തോതിലുള്ള ചർച്ചയൊക്കെ ആയി നിൽക്കുകയാണ്. ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തു വരുന്നു. ഇല്ലാത്ത ഒരു കാര്യം പ്രചരിപ്പിച്ച് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് കണ്ണൂർ ശ്രീലത എന്ന പ്രധാനപ്പെട്ട ഒരു നടിയെ മാറ്റി നിർത്താൻ ഗൂഢാലോചന ചിലർ നടത്തി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയല്ലേ അതൊക്കെ ചെയ്യുന്നത്? സത്യമുണ്ടാവാം, സത്യമില്ലാതിരിക്കാം. അതെനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സത്യം ഇതാണ്. ഇങ്ങനെ ഈ ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ അല്ലെങ്കിൽ കതക് മുട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ, മോശപ്പെട്ട അനുഭവങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. സിനിമാ ഫീൽഡിലാണോ ഞാൻ നാടകത്തിലാണോ സീരിയലിലാണോ ആരും എൻ്റെ കഥകിന് വന്ന് മുട്ടിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ മുട്ടുന്നത്? നോ പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടായിരിക്കും. നോ പറയാൻ ധൈര്യമില്ല. നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റില്ലേ? നമ്മുടെ ഒരു അതിമോഹം, കാരണം എനിക്ക് സിനിമയിൽ എന്തൊക്കെയോ ആവണം എന്നുള്ള മോഹത്തോടു കൂടെ വരുന്നവർ എന്തിനും കീഴ്പ്പെടാം. ഞാൻ കലയെ സ്നേഹിക്കുന്ന ഒരു കലാകാരിയാണ്. എൻ്റെ അച്ഛനും അമ്മയും തീർത്തും ഒരു കലാകാരന്മാരാണ്. അത് കലയെ ബഹുമാനിക്കുകയും കലയെ ആരാധിക്കുകയും ചെയ്യുന്ന, കലയെ ഇപ്പോഴും ജീവിതമാർഗമാണെങ്കിലും ഇപ്പോഴും നമുക്ക് കലയോട് ബഹുമാനമാണ്. അതൊരു മറ്റൊരു തരത്തിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ചോദിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. സിനിമാ ഫീൽഡിൽ തന്നെ അതെന്താ നിനക്ക് ഇവരെ പോലെയൊക്കെ വലിയ ആർട്ടിസ്റ്റൊക്കെ ആവണ്ടേ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഞാൻ ഇങ്ങനെ അങ്ങ് പൊക്കോളൂ,
തുച്ഛമായ വരുമാനമേ എനിക്ക് കലയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ഒരുപാട് എല്ലാവരും പറയുന്ന പോലെ ലക്ഷങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. വളരെ തുച്ഛമായത്. അതായത് എന്നെ ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നത് ഒരു KR ഷൺമുഖം എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്. പുള്ളിയാണ് എന്നെ പ്രശ്നം ഗുരുതരത്തിൻ്റെ ഇതിൽ അഭിനയിക്കാൻ വേണ്ടി എന്നെ വീട്ടിൽ വന്ന് കണ്ടതും സംസാരിച്ചതും അച്ഛനും അമ്മയായിട്ടൊക്കെ സംസാരിച്ച് എന്നെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയതൊക്കെ പുള്ളിയാണ്. പുള്ളിയുടെ പടങ്ങൾ പിന്നെ ആ 2 വർഷം എനിക്ക് 10-25 പടങ്ങളോളം ഞാൻ ചെയ്തിട്ടുമുണ്ട്. എല്ലാം ഈ ഷമ്മു അണ്ണൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ്. പുള്ളിയുടെ കെയർ ഓഫിലാണ് എനിക്ക് മിക്ക ബാനറിലും കിട്ടിയ എല്ലാ പടങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളി എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്ന ആദ്യത്തെ വാക്കുകൾ, മോളെ ഇതിൽ 2 വഴികളുണ്ട്. ഒന്ന്, നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ ആരെ കൂടെ വേണമെങ്കിൽ പോകാം, പൈസ കിട്ടും. 2, നീ കലയാണ് സ്നേഹിക്കുന്നതെങ്കിൽ പൈസ വളരെ കുറവായിരിക്കും ഞാൻ തരുന്നത്. അതിൽ സമ്മതമാണെങ്കിൽ ഞാൻ നിന്നെ ഒരു പൊസിഷൻ വരെ എത്തിച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അണ്ണൻ എപ്പോൾ വിളിക്കുന്നു ഞാൻ വരാം. ഒരച്ഛനെ മാതിരിയുള്ള സ്നേഹവും ബഹുമാനവും സുരക്ഷിതത്വവും. അന്ന് ഈ പറയുന്ന മമ്മൂട്ടി പോലും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായ ഷമ്മണ്ണൻ്റെ മുന്നിൽ ഒരക്ഷരം മിണ്ടില്ല, ആരും മിണ്ടില്ല. അത്രക്ക് പേടിയാണ് ഇൻഡസ്ട്രിയിൽ ആ മനുഷ്യന്. അവരുടെ ആ ഒരു പരിലാളനം കൊണ്ടാണോ ഇനിയല്ല അവരുടെ ഒരു പ്രൊട്ടക്ഷൻ എനിക്കുണ്ടായത് കൊണ്ടോ ഒന്നും അറിയില്ല, ആരും എൻ്റെ കഥകിന് വന്ന് മുട്ടാൻ വന്നിട്ടില്ല. പ്രൊഡക്ഷൻ മാനേജറായിരിക്കുന്ന അവരുടെ എല്ലാ 10-22 പടങ്ങൾ ഞാൻ ചെയ്തെങ്കിലും ഒരു ലൊക്കേഷനിൽ എനിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല ബാനറാണ്. ജൂബിലി പ്രൊഡക്ഷൻ, അന്നത്തെ ഏറ്റവും പ്രശസ്തമായ ജൂബിലി പ്രൊഡക്ഷൻസ്, പിന്നെ ജോഷി സാറ്, സാജൻ സാറ്, ബാലേന്ദ്ര മേനോൻ സാറ്, ഇങ്ങനെയുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെയും വലിയ വലിയ പ്രൊഡക്ഷൻ ബാനറിലുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. മമ്മൂട്ടി സിനിമകളായിരുന്നു കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് മമ്മൂക്കയായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്ത പടങ്ങളിൽ. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പെങ്ങളായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഞാൻ അതിൽ മമ്മൂക്ക പിന്നെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഇതിലെ സ്റ്റാഫായിരിക്കാം. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പടങ്ങൾ. ഇത്രയും സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പോൾ കൂടെ അഭിനയിക്കുന്ന ആളുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഞാൻ അങ്ങനെ, കാരണം ഞാൻ എൻ്റെ വർക്ക് ചെയ്യും, ഒരു മൂലക്ക് പോയിരിക്കും. ഞാനും എൻ്റെ അമ്മയും എല്ലാവരുടെ കൂടെയുള്ള വെച്ചാൽ അവരുടെ കൂട്ടത്തിൽ അവിടെ പോയിരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതല്ലാതെ അവിടെ പോയിരുന്ന് ആ കമ്പനി കൂടാനോ അതിനൊന്നിനും തമാശ കേൾക്കാനോ അതിനൊന്നിനും ഞാൻ നിൽക്കാറില്ല. കണ്ണൂരുകാര് അങ്ങനെയുള്ള അതായിരിക്കാം എൻ്റെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അധികം അങ്ങനെ ഇടപെടാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്ന് തോന്നുന്നു അല്ലേ കണ്ണൂർ? അതായിരിക്കാം. പക്ഷെ ഞാൻ എൻ്റെ വർക്ക് കഴിയും, ലൊക്കേഷനിൽ നിന്ന് നേരെ റൂമിലേക്ക്, റൂമിൽ നിന്ന് വർക്ക് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക്. അതല്ലാതെ മറ്റൊരു സ്ഥലത്ത് മറ്റുള്ളവരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ അടിച്ചു പൊളിക്കാനൊക്കെ പോകും, പക്ഷെ ഞാൻ എവിടെയും പോയിട്ടില്ല. ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരും, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരെ ലൊക്കേഷനിൽ. ഇങ്ങനെയല്ലാതെ ഒരു സ്ഥലത്തും ഞാൻ എൻ്റെ വീട്ടുകാരെ ഒഴിച്ചുകൊണ്ട് ഒരു സ്ഥലത്തും ഞാൻ പോയിട്ടില്ല. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ ഇങ്ങനെ പറയുന്നത് ഉണ്ട്, വായിച്ചപ്പോൾ മനസ്സിലായത് ഈ കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് സിനിമ നടിമാർക്ക് വസ്ത്രം മാറാൻ പോലും ഒരു പ്രത്യേക ഒരു ഇടമില്ലാത്തൊരവസ്ഥയൊക്കെ സെറ്റിലൊക്കെ ഉണ്ടാകുന്നു. വലിയ വലിയ ആളുകൾക്ക് കയറാവാനൊക്കെ നൽകുന്നു. ഈ പാവപ്പെട്ട മറ്റ് ചെറിയ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന കലാകാരന്മാരെ പാടെ അവഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നൊക്കെ പറയുന്നു. അതൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അല്ല, എല്ലാ ലൊക്കേഷനിലും ചിലപ്പം നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങൾ ചിലപ്പം കാട്ട് പോലത്തെ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ മലങ്കുന്ന് പോലത്തെ പ്രദേശങ്ങളിലോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡ്രസ്സ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യണമെന്നാണ് അപ്പം തന്നെ കോസ്റ്റ്യൂമറെ എവിടെയെങ്കിലും ഒന്ന് കുത്തിമറക്കി കെട്ടിയിട്ടാണ് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്. അല്ലാത്ത മറ്റൊരു സ്ഥലങ്ങളിലേക്ക് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം അങ്ങനെ പറ്റുമല്ലേ? കാരണം അതല്ലാതെ വേറെ ഒരു വഴിയില്ലല്ലോ. നമ്മളൊരു കുന്നിൻ ചെരുവിൻ്റെ മുകളിലൊക്കെ ആവുമ്പോൾ നമുക്ക് ഡ്രസ്സ് മാറാൻ ആ ഒരു സൗകര്യം ഇല്ലാന്ന്. അതിപ്പോൾ നാടകത്തിന് പോയത് കൊണ്ടാവാം, നമുക്ക് നാടകത്തിന് ഗ്രീൻ റൂമിൻ്റെ അകത്ത് തന്നെയാണല്ലോ, അതുകൊണ്ടാവാം എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ചെയ്യാതിരുന്നത്. അല്ലാതെ ഈ പറയുന്നത് പോലെ അതൊരു പീഡനം എന്നുള്ള രീതിയിലേക്കൊന്നും ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ഓരോരുത്തരുടെ അനുഭവമാണ്, അതെനിക്കറിയില്ല. പക്ഷെ എനിക്കുണ്ടായിട്ടില്ല.
ഇപ്പോൾ ഈ പറയുന്നത് പോലുള്ള രീതിയിലുള്ള അനുഭവങ്ങൾ ആരെങ്കിലും ചേച്ചിയുമായി പങ്കുവെച്ചിരുന്നു? നടിമാരോ മറ്റോ ആരെങ്കിലും എന്നെ ഇങ്ങനെ ചെയ്തു, എന്നെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഷെയർ ചെയ്തിരുന്നു അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ? കാരണം ഞാൻ ആരുമായിട്ടും അധികം കൂട്ടുകെട്ടില്ല. ആരുമായിട്ടും ലൊക്കേഷനിൽ കാണുന്നു, സംസാരിക്കുന്നു, തീർന്നു. അവരുമായിട്ട് ഒരു എന്താ പറയുക, അധികമായിട്ടുള്ളൊരു സമീപനമോ അല്ല അവരെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ അവരെ സൽക്കാരങ്ങൾ പങ്കെടുക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുക, അങ്ങനത്തെ ഒരു പരിപാടിയിലും ഞാൻ ഭാഗമല്ല. അവസരങ്ങൾ നഷ്ടപ്പെടാനും ഉണ്ടാവായിരിക്കാം. പക്ഷെ ഞാനത് അത്ര ഒരു സർക്കിളിലും ഞാനില്ല. ഞാൻ എൻ്റെതായ എനിക്ക് ഫസ്റ്റ് തന്ന ആ ഒരു ഇതുണ്ടല്ലോ, മോളെ ഇങ്ങനെയാണ് സിനിമ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഷൺമുഖണ്ണൻ. അപ്പം ആ ഒരു ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. അതല്ലാതെ മറ്റൊരു രീതിയിലേക്ക് നമുക്ക് പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നോ ഇതുവരെ തോന്നിയിട്ടുമില്ല. ആരും എന്നോട് ആ രീതിയിൽ സമീപിച്ചിട്ടുമില്ല. ഈ നാടകത്തിലൊക്കെ ഇങ്ങനെ 13ാമത്തെ വയസ്സിൽ നാടക ട്രൂപ്പുമായും പിന്നീട് 16ാമത്തെ വയസ്സിലാന്ന് തോന്നുന്നു പ്രൊഫഷണൽ നാടക രംഗത്തേക്കും വന്നു. അങ്ങനെ നാടകത്തിലൂടെ വന്ന ഒരു കലാകാരി, അതായത് ഏറ്റവും തീഷ്ണമായ വഴികളിലൂടെ സഞ്ചരിച്ച ഒരു കലാകാരി, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സിനിമ നാടകത്തേക്കാൾ ഈസി ആയിരിക്കും, ആ വഴിയും ആ രീതിയിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇല്ല. നാടകത്തിന് പോകുമ്പോഴും എൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാവും. ഒന്നുകിൽ ആ നാടകത്തിൽ അമ്മ അഭിനയിക്കുന്നുണ്ടാവാം, അച്ഛൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അച്ഛൻ അഭിനയിക്കുന്നുണ്ടാവാം, ഞാനും അഭിനയിക്കുന്നുണ്ടാവാം. അങ്ങനെ അതല്ലാതെ ഒരു സ്ഥലത്തിലും ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് എങ്ങോട്ടും പോയിട്ടില്ല. ഒരു സ്ഥലത്തും ഇപ്പോൾ ഒരു വീടിൻ്റെ വെളിയിലൊക്കെ ഇറങ്ങണമെങ്കിൽ പോലും എനിക്കൊരു കൂട്ടില്ലാതെ എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അത് ഞാൻ ശീലിച്ച ശീലം കൊണ്ടാവാം, എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. എവിടെയും ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവില്ല. പോകുമ്പോൾ എൻ്റെ കൂടെ ഒന്നിക്കൽ അച്ഛനല്ലെങ്കിൽ അമ്മ അല്ലെ എൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും. അങ്ങനെയല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോകാറില്ല. അച്ഛൻ നൽകിയ പാഠം, അച്ഛൻ നൽകിയ പാടും ഈ അപകടം അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു കരുതൽ ആദ്യം മുതലേ അച്ഛൻ. കാരണം അച്ഛൻ നാടകം സ്വന്തമായി സമിതി നടത്തിയ ആളാണ്. അച്ഛന് സ്വന്തമായിട്ട് നാടക ട്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ അച്ഛൻ അറിയാമായിരിക്കുമല്ലോ. പക്ഷെ അച്ഛൻ്റെ നാടകത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുമുണ്ട്. 9 വയസ്സ് മുതൽ ഞാൻ അച്ഛൻ്റെ നാടകങ്ങൾ അഭിനയിച്ച ആളാണ്. അപ്പം നാടകത്തിൽ പക്ഷെ അച്ഛനും അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു രീതിയിലുള്ള ഒരു സമീപനം ആരിൽ നിന്നും കിട്ടിയിട്ടില്ല എന്ന്, അച്ഛനും അമ്മക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അവരൊന്നും അമ്മ ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞു കേട്ടിട്ടുമില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുമില്ല. ഈ 40 വർഷത്തിലേറെ 4 പതിറ്റാണ്ടിലേറെ ഉള്ള അഭിനയ ജീവിതം താങ്കൾക്ക് എന്താണ് സമ്പാദിച്ചത്? പേര് മാത്രം സമ്പാദിച്ചു. സാമ്പത്തികം എന്നുള്ളതിന് സാമ്പത്തികം അത്യാവശ്യം ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം സാമ്പത്തികമൊക്കെ എനിക്കുണ്ടായിരുന്നു. അത് പിന്നെ എൻ്റെ ആദ്യത്തെ ഭർത്താവ് എല്ലാം കുടിച്ച് നശിപ്പിച്ചു. അത് വലിയൊരു ട്രാജഡി ആയിരുന്നു. വലിയ ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കണമോ മരിക്കണമോ എന്ന് തീരുമാനിച്ചിരിക്കുന്ന, ജീവിതം മതിയാക്കാം എന്ന് തോന്നിയ ഒരു നിമിഷമായിരുന്നു എൻ്റേത് 2016. അതിന് ഞാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് പ്രകാശനൊരു ദേവദൂതനെ പോലെ എൻ്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അതുവരെ എന്നെ വിട്ടുപോയിരുന്ന പ്രകാശൻ വീണ്ടും തിരിച്ചു വന്നു. അതുവരെ കൊല്ലൂർ മൂകാംബികയിലായിരുന്നു പുള്ളി. അപ്പോൾ പ്രകാശൻ തിരിച്ചു വന്നു. അപ്പോൾ എന്നെ കണ്ടു, എന്നോട് ചോദിച്ചു എന്താ പ്രശ്നം. അപ്പം ഞാനൊരു പൊട്ടിത്തെറിയാണ്, ഞാൻ എന്താ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത്. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ പഴയ പ്രകാശനാണ്, എനിക്ക് നിന്നോട് സംസാരിക്കണം. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിനി ജീവിക്കണ്ട, കാരണം ആ മനുഷ്യനെ കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ നിന്ന് മാത്രമല്ല കുടുംബ ബന്ധങ്ങളിൽ നിന്ന് പോലും എനിക്ക് വല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാം ഉള്ളിലൊതുക്കി ആരോടും പറഞ്ഞില്ല. അപ്പോൾ ഇനി എനിക്ക് ജീവിക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു ഞാൻ ഉറച്ചു നിന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു,
നീ ഒരു നല്ല കലാകാരിയല്ലേ, എന്തിനാ നീ അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് മതിയായി, ഞാൻ മതിയാക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, തമാശയായിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ കാരണമല്ലേ നിനക്കിപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കയ്യിലുള്ളത്, അതൊക്കെ നീ എനിക്ക് താ, എന്നിട്ട് ഞാൻ കുറച്ചൊന്ന് ജീവിതം ആസ്വദിക്കട്ടെ എന്ന്. അപ്പം മരിക്കാൻ തയ്യാറായിരിക്കുന്ന എനിക്കെന്തിനായി സ്വത്ത്? അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി, എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് വസ്തുവകൾ, രേഖകളൊക്കെ കൊണ്ടുപോയി. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഞാൻ തീർത്തും ആത്മഹത്യക്ക് ഒരുങ്ങുകയാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പം എന്നോട് പറഞ്ഞു, ഒരിക്കലും നീ മരിക്കരുത്, നിനക്ക് കൂട്ടായി, കാരണം ഒരു തുണയല്ല, ഒരു ബലമായി ഞാനുണ്ടാവും കൂടെ. അങ്ങനെ എന്നെ കമ്പ്യൂട്ടർ അക്കൗണ്ടൻസിക്ക് ചേർത്തു, ടൈലറിങ് ക്ലാസ്സിന് ചേർത്തു. കാരണം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ. ഡാൻസിനും കൊണ്ടുപോയി ചേർത്തു. ഡാൻസ് ഞാൻ വളരെ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ എന്നെ ജീവിതത്തിലേക്ക്, എൻ്റെ ആ മാനസികാവസ്ഥയുണ്ടല്ലോ മരിക്കണം എന്നുള്ള, അതിൽ നിന്നും മാറ്റി എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുമ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സമൂഹം എന്തു പറയും നിങ്ങളെക്കുറിച്ച് എന്തു പറയും? സമൂഹം എന്തു പറയും? സമൂഹമാണോ നിനക്ക് ജീവിതം, അതോ ഞാനാണോ വേണ്ടത് എന്ന് നീ തീരുമാനിക്കുന്നു. അപ്പം എനിക്ക് തോന്നി, സമൂഹം നമ്മളിങ്ങനെ പറയും, പക്ഷെ ജീവിക്കേണ്ടത് നമ്മളല്ലേ. ശരി, ഒരു കാര്യം ചെയ്യാം. അപ്പം എന്നോട് പറഞ്ഞു, നിനക്ക് ഒരു ഭാഗ്യമില്ല, ഒരു കുട്ടിയില്ല എന്നുള്ളൊരു ഭാഗ്യമില്ല, ഞാൻ നിൻ്റെ മകനായിട്ട് ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം. ശരി, ഓക്കെ, ഞാൻ അമ്മയാവാം, നീ എൻ്റെ മകനായി സംരക്ഷിക്കാം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻറ്റ്യൂഷനിൽ എന്നോടൊരു ലേഡി പറഞ്ഞു, ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്, ഈ മരിക്കേണ്ട കാര്യം കൂടെ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ മരിക്കേണ്ട സമയമായിട്ടില്ല, നിന്നെ സംരക്ഷിക്കാൻ നിൻ്റെ പഴയ സുഹൃത്ത് തിരിച്ചു വരും, അത് പി എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. ഞാൻ പി അക്ഷരം, അതാരാണ്? എനിക്കങ്ങനെ സുഹൃത്തുക്കളൊന്നുമില്ലല്ലോ. ഉണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ പിരിഞ്ഞു പോയ ഒരു സുഹൃത്ത്, അവർ നിന്നെ തേടി വരും, അവർ നിങ്ങളെ കൈപിടിക്കും, ആ കൈപിടിച്ചാൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായി. ഞാൻ പറഞ്ഞു, ഇനിയൊരു കല്യാണമോ? മതി, എന്തിനാ? അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ നമ്മളൊരു ചീത്തപ്പേരാണ്, അതിനു മുമ്പിൽ എന്തിനാണ്? എല്ലാം അവിടെയാണ് നീ ജീവിതം തുടങ്ങുന്നത്. ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്, ആ ബന്ധം നിലനിൽക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഇരിക്കുന്ന ഭർത്താവ്, അദ്ദേഹം പോവും, അയാൾ കൈപിടിക്കുമ്പോൾ അദ്ദേഹം പോവും. ഇപ്പോഴും ഞാനത് അങ്ങോട്ട് നമ്മൾ രണ്ടുപേരും അതങ്ങോട്ട് ഉൾക്കൊണ്ടില്ല. അപ്പം ഞാനത് കാര്യം പ്രകാശനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അവരെ പോയി കണ്ടു. ഇതുവരെ അവർ കണ്ടിട്ടില്ല ഇവരെ. അപ്പം തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിന്നോട് പ്രകാശം വരുന്നു, പിന്നെ എന്തേ നീ അന്നേരം വിശ്വസിച്ചില്ല? ഇതാണ് പ്രകാശം നിൻ്റെ ഇത്. അവർ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇവർ പറഞ്ഞു, ഞാൻ അവരെ മകനായിട്ട് നിൽക്കാം, ഭാര്യയായിട്ട് സ്വീകരിക്കുന്നില്ല, മകനായിട്ട് നിർത്താം. അങ്ങനെയല്ല, അവർ നിങ്ങളുടെ ഭർത്താവായിട്ട് തന്നെ വരണം. അപ്പം സമൂഹത്തിനൊന്നും നീ നോക്കണ്ട, നീ നിൻ്റെ ജീവിതം നോക്കുക. സമൂഹമല്ലല്ലോ നമുക്ക്, നീ നിൻ്റെ ജീവിതം നോക്കുക എന്ന് പറ. അങ്ങനെയാണ് പ്രകാശൻ എന്നെ കല്യാണം കഴിക്കുന്നത്. ആ കല്യാണം കഴിച്ച് ഇന്ന് വരെ എനിക്ക് ശക്തിയായിട്ട് എന്തിനും ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ഇപ്പം എൻ്റെ പ്രചോദനമായി. നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ താങ്ങും തണലുമായിട്ട് നിന്ന കൃഷ്ണേട്ടൻ്റെ മകനാണ്. എപ്പോഴാണ് മിസ്സായത്? എപ്പോഴാണ്, എങ്ങനെയാണ് മിസ്സായത്? 95-ലാണ് മിസ്സാകുന്നത്. പിന്നെ വരുന്നത് 2016-ലാണ്. കാണാറുണ്ട്, കാണുമ്പോൾ ഇങ്ങനെ
നീ കണ്ണൂർ ശ്രീതയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഞാൻ കൃഷ്ണേട്ടൻ്റെ മോളാണെന്ന് പറയും. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കേട്ടോ എന്ന് ഞാൻ പറയും. അങ്ങനെ ടൗണിൽ വെച്ച് ഇങ്ങനെ ഒന്നും കാണുകയെന്നല്ലാതെ, അത് ചിലപ്പോൾ പുള്ളി മൂകാംബികയിൽ നിന്ന് വന്നിട്ട് എവിടെയെങ്കിലും ടൗണിൽ വെച്ച് കാണുന്നതായിരിക്കാം. ഇങ്ങനെ പരസ്പരം ഒന്ന് കണ്ടുമുട്ടുന്നു. പ്രകാശേട്ടന്റെ മനസ്സിൽ താങ്കളായിരുന്നു ആദ്യം മുതലേ അവരായിരുന്നു. കാരണം പക്ഷെ നിങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നില്ലേ? ഇല്ല. അത് തെറ്റ്. ഒന്നാം പ്രതി പ്രകാശേട്ടൻ തന്നെയാണ്. പ്രകാശേട്ടനാണോ എന്ന് ചോദിച്ചായിരിക്കാം. കാരണം പ്രകാശേട്ടൻ അന്ന് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായും തീർച്ചയായിട്ടും കാരണം അന്ന് വലിയൊരു ട്രാജഡി. കാരണം എനിക്ക് സാധാരണ നമ്മുടെ ജീവിതത്തിൽ അച്ഛനമ്മമാരാണ് നമുക്ക്, കാരണം നമ്മളെപ്പോലുള്ള ഒരു കുടുംബത്തിൽ, ഒരു കലാകുടുംബത്തിൽ നിന്ന്. പക്ഷെ അവരുടെ അച്ഛൻ അങ്ങനെ ആയിരുന്നില്ല. വളരെയധികം പ്രോത്സാഹനം തരികയും എന്നെ വളരെയധികം സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അസുഖമായി കിടക്കുമ്പോഴൊക്കെ വീട്ടിൽ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടിയിട്ടായിരിക്കും. അപ്പം ഞാൻ പറയും എന്തിനാ കൃഷ്ണേട്ടാ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം രാഷ്ട്രീയ അന്ന് അവർ തൊഴിലാളി യൂണിയന് വേണ്ടിയിട്ട് ജനതാദളിൻ്റെ ആളാണ്, പൊളിറ്റിക്സ് ഇതാണ്. അപ്പം പിന്നെ ഈ അവർക്ക് അന്നാണ് അവർ ഈ തെരുവിൽ കിടക്കുന്ന മക്കൾക്ക് വേണ്ടി തോട്ടട കോളനി ഉണ്ടാക്കിയത് അവരാണ്. സമാജ്വാദി കോളനി ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടിയാണ്. അവരവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചു പോകും അവസാന നിമിഷങ്ങളിലൊക്കെ. അപ്പം വീട്ടിൽ വരുമ്പോൾ ഞാൻ പുറമൊക്കെ തടയി കൊടുത്ത് ചൂടൊക്കെ പിടിച്ചു കൊടുത്ത് ശ്വാസം കിട്ടാതെയൊക്കെ ആകുമ്പോൾ, അപ്പം അതുകൊണ്ട് തന്നെ എന്നോടൊരു മോളോടെന്ന പോലുള്ളൊരു സ്നേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നോട് അച്ഛനുമായിട്ട് നല്ലൊരു സുഹൃബന്ധം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പ്രകാശൻ ആ സമയത്ത് എൻ്റെ ആ നല്ല പ്രായത്തിൽ എന്നോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കലാജീവിതത്തിലേ ഉണ്ടാവില്ല. ഒരു കുടുംബിനിയായി അവരുടെ ഒരു 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 വിടും എന്ന് തോന്നില്ല. കാരണം ഒരു കലാകാരനാണല്ലോ അദ്ദേഹം ഒരു കലാകാരനാണ്. എന്നാലും നമുക്കുണ്ടാവല്ലോ നമ്മുടെ ഒരു കുടുംബജീവിതത്തിൽ നമ്മൾ മക്കള്, കുട്ടികള്, അവരുടെ ഭാവി ജീവിതം എന്നൊക്കെ നോക്കുമ്പോൾ, അപ്പോൾ ആ ഒരു ഇതിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കലാകാരിയായി വന്നെന്ന് വരില്ല. ഞാൻ അവരുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കും. പക്ഷെ ഇപ്പോഴാണ് ആ ഭാഗ്യം എനിക്ക് കിട്ടിയത്. ജന്മജന്മാന്തരങ്ങളായിട്ട് ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയാം. ഉണ്ട്. ഒത്തിരി വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ അമ്മേനെയാണ്. പള്ളിക്കുന്നായിരുന്നു, മൂകാംബിക ക്ഷേത്രത്തിന്റെ അടുത്തായിരുന്നു. അവര് നേരത്തെ കുറച്ച് യാത്രകളിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഒരു ശ്രീലത എന്ന നഷ്ടപ്പെട്ടതിന്റെ ഒരു ദുഃഖമാണ്. ഓക്കെ, അത് തന്നെ. അതായി കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അമ്മ മാത്രമാണ് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് പുള്ളി മൂകാംബികയിലേക്ക് പോയി തുടങ്ങിയത്. അവിടെ സൗവർണിക ആശ്രമത്തിൻ്റെ അടുത്ത് ആശ്രമത്തിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ സ്വാമി ഇപ്പം സ്വാമി മരിച്ചിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി. ഞങ്ങളെല്ലാ വർഷങ്ങളും അവർ എന്നെയും കൂട്ടി അവിടെ പോയിട്ടുമുണ്ട്. ഞങ്ങൾ ഒന്നിച്ചതിന് ശേഷം ഞങ്ങളവിടെ പോയിട്ടുണ്ട്, സ്വാമീൻ്റെ അടുത്ത് കാണാൻ പോയിട്ടുണ്ട്. ഞങ്ങളെല്ലാ വർഷവും പോകാറുണ്ട്. പിന്നെ പ്രകാശിന് കാലം നഷ്ടപ്പെട്ട സമയത്ത് മൂകാംബികയിലായിരുന്നു 2-2.5 വർഷക്കാലം ഞാനുണ്ടായിരുന്നത്. ഇപ്പോഴും അമ്മയിൽ വിശ്വാസമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ അമ്മയിലും വിശ്വസിക്കുന്നു. അമ്മ തന്ന ജീവിതമാണിത് എൻ്റെത്. കൊല്ലൂരമ്മ തന്ന ഒരു ജീവിതമാണ് എൻ്റെത്, ഒരു പുനർജന്മം. കാരണം എല്ലാവരും തള്ളി, കൂടപ്പിറപ്പുകൾ പോലും എന്നെ തള്ളി. കൂടപ്പിറപ്പുകളെടുത്ത് പ്രകാശ പോയി പറഞ്ഞു, അവളെ ജീവിതം ഇങ്ങനെ കട്ടപ്പുകയിലാണ് പോകുന്നത്, വളരെ ദുരിതമാണ്, ഒരു പെണ്ണ് എത്ര കാലമാണ് ഇതെങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ, ഞാനും കൂടെ നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യമേ ഇങ്ങോട്ട് പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടപ്പിറപ്പുകൾ പോലും എന്നെ തള്ളുമ്പോൾ നമുക്ക് കൈപിടിക്കാനും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ധൈര്യം പകരാനും ഒരാളുണ്ടാകുന്ന ഒരു സ്ത്രീക്ക് ഏറ്റവും നല്ലതല്ലേ. അവരാഗ്രഹിക്കുന്നത് അതല്ലേ. ബലമുള്ള ഒരു കൈ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തെറ്റിലേക്ക് പോകില്ല. നമുക്ക് ജീവിക്കാൻ തോന്നും. ഇപ്പം ഞാൻ അവർക്ക് വേണ്ടി, അവരെനിക്ക് വേണ്ടിയാണ് ജീവിച്ചുകൊണ്ട് പോകുന്നത്. ദൈവകടാക്ഷം കൊണ്ട്
ഈ കഴിഞ്ഞ മാർച്ച് മാസം ഞാൻ അത്യാസന്ന നിലയിലായിരുന്നു. അത്യാസന്ന നിലയിൽ എന്ന് പറഞ്ഞാൽ ടൗണിൽ വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടാതെ പെട്ടെന്ന് ടൈലറിങ് ഷോപ്പിൽ കയറി. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ അവരോട് ഞാൻ പറഞ്ഞു, ഒന്ന് പ്രകാശ് പുറത്തിരിക്കുന്നുണ്ട്, ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അവർ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നു. അപ്പം തന്നെ എന്നെ AKG ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. 2 ദിവസം വെന്റിലേറ്ററിൽ, 4 ദിവസം ICUവിൽ, 10-15 ദിവസം റൂമിൽ. അപ്പോഴാണ് അറിയുന്നത് ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട് എന്ന്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു അത്ര. അപ്പം ആ 2 ദിവസം വെന്റിലേറ്ററിൽ ഞാൻ കിടന്ന ദിവസം ഇവർ സഹിച്ച വേദന എന്താണെന്ന് ഇവർ ചേട്ടൻ പറഞ്ഞു എന്നോട്. അവർ പറഞ്ഞു, അച്ഛൻ മരിച്ചിട്ടോ അമ്മ മരിച്ചിട്ടോ അവനിങ്ങനെ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടില്ല. നീ ഇല്ലാതിരുന്നപ്പോഴത്തേക്ക് അവൻ്റെ ഒരു വെപ്രാളവും, ആര് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുന്നില്ല, ആരോടൊന്നും സംസാരിക്കുന്നില്ല, ഭയങ്കര കരച്ചിൽ. നിനക്ക് ജീവൻ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവനൊരാശ്വാസം ഉണ്ടായത്. അപ്പം നിൻ്റെ ഈ അവസ്ഥയിൽ അവൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നീയും അവൻ്റെ അവസ്ഥയിൽ വേദനിക്കുന്നുണ്ട്. അപ്പം നിങ്ങളാണ് പരസ്പരം ഒന്നിച്ച് കഴിയേണ്ടവർ. നിങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കണം, ഒരുമിച്ച് തന്നെ ഉണ്ടാവണം. അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം കൊണ്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം, ഒറ്റയ്ക്കൊറ്റയ്ക്കാവണ്ട, ഒരാളെ തനിച്ചാക്കി പോയി എന്ന് പറയണ്ട. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ പ്രകാശേട്ടനും ബുദ്ധിമുട്ടാണ്, പ്രകാശേട്ടൻ പോയി കഴിഞ്ഞാൽ എനിക്കും ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പോകുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. അമ്മയോട് എപ്പോഴും പറയാറുള്ളത് അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനിടയിൽ പ്രകാശേട്ടൻ എഴുതിയിട്ടുള്ള ഒരുപാട് കവിതകൾ, അതായത് ഞാൻ വിട്ടുപോയതിന് ശേഷം, അതായത് 1995 വിട്ടുപോയതിന് ശേഷം, 1995 വിട്ടുപോയതിന് ശേഷം പുള്ളി മൂകാംബികയിൽ ഇരുന്ന സമയങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന, ഡയറിയിൽ എഴുതി വച്ചിരിക്കുന്ന ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതെന്താ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്, ഒന്ന് പ്രസിദ്ധീകരിച്ചൂടെ ഇതെല്ലാം. മൂകാംബിക അമ്മയെക്കുറിച്ചിട്ടുള്ള ശ്ലോകങ്ങളും വരികളും അതല്ലാതെയുള്ള പ്രാസമൊപ്പിച്ചിട്ടുള്ള കവിതകളും ഒക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്താ ഇങ്ങനെ പ്രസിദ്ധീകരിക്കാതെ വെക്കുന്നത്? പ്രസിദ്ധീകരിക്കും. അപ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു മനോഭാവം പുള്ളിക്കില്ല. ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയോ, എന്നെ മാത്രം പ്രോത്സാഹിപ്പിച്ചാൽ മതിയോ? നിങ്ങളും കൂടെ അറിയപ്പെടണ്ടേ ഒന്നും. അങ്ങനെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം മുകുന്ദൻ സാറ് ഇവരുടെ ഒരു കവിത പ്രസിദ്ധീകരിച്ചു, ആത്മപ്രകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുക്ക്, 32 കവിതകളടങ്ങിയ ഒരു ബുക്ക് പ്രസിദ്ധീകരണത്തിന്. ഇന്നും 2-3 പുസ്തകങ്ങൾ കൂടെ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അതും കൂടെ ഒന്ന് പ്രസിദ്ധീകരിച്ചിട്ട് കൊണ്ടുവരണം. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു സിനിമ കഥ തന്നെയാണ്. ശരിക്കും ശ്രീലത ചേച്ചിയുടെ ജീവിതം ഒരു സിനിമയാക്കിയാൽ അതൊരു സൂപ്പർ ഹിറ്റ് ആയിരിക്കും. അതെപ്പോഴും നമ്മൾ പറയാറുണ്ട്. മൊയ്തീൻ്റെ കഥ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതിനേക്കാളും വെല്ലുന്ന കഥകളാണ് നമ്മുടെ അടുത്തുള്ളത്. ഞാനും പ്രകാശേട്ടനും ഒന്നിച്ച സമയത്ത് പാർക്കണ്ടി സ്കൂളുണ്ടല്ലോ നമ്മുടെ കണ്ണൂര്, പാർക്കണ്ടി സ്കൂളിൻ്റെ അതിലെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഈ സ്ഥലത്ത് ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എൻ്റെ ഒരു 7-8 വയസ്സ്. അപ്പോൾ അന്ന് പാർക്കണ്ടി സ്കൂളിൻ്റെ അടുത്തായിരുന്നു കൃഷ്ണേട്ടനും ഫാമിലിയൊക്കെ താമസിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ കാണുമ്പോൾ ആളുകളെല്ലാം ഓടും, കുട്ടികളെല്ലാം ഓടും. അപ്പോൾ ആ കുട്ടിയാണെങ്കിൽ ഇതാ ഇങ്ങനെ വായിൽ കയ്യും വെച്ചുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നീങ്ങി നടക്കുന്നുണ്ടാവാം. നീ ആ സ്ഥലം കണ്ടോ? നിനക്ക് ആ കുട്ടീനെ അറിയാമായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ഞാനാണ്. കാരണം ആ കാണുന്ന സ്ഥലത്താണ് എൻ്റെ അമ്മയുടെ തറവാട്. അന്ന് എനിക്കൊരു 5 വയസ്സ്, 4-5 വയസ്സ് അത്രയായിട്ടുള്ളൂ, 6 വയസ്സായിട്ടുണ്ടോ. അപ്പം അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി അന്ന് വെറും ചുവപ്പ് കളറാണ്. അപ്പം അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ 68 ഒക്കെ ആകുമ്പോൾ
ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ അവർ ഒരു നാഗദോഷമോ അങ്ങനെ എന്തോ ഉള്ളതാണ്, അവരെ കാണാൻ പാടില്ല എന്നൊരു കുട്ടികളോട് പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ഇവർ കണ്ണുപൊത്തി കളിക്കുമായിരിക്കും അത്രേ. അപ്പോൾ എന്നെ കാണുമ്പോൾ ഈ കുട്ടികളെല്ലാം തിരിഞ്ഞോടുന്നു. എടാ അത് പെണ്ണിനെ കാണണ്ട തിരിച്ചോടുന്നു പറഞ്ഞ് എല്ലാവരും ഓടുന്നു. പുള്ളി പറഞ്ഞു അതെന്താ അങ്ങനെ, എന്നാൽ ഞാനതിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു പുള്ളി അവിടെ നിന്നുകൊണ്ട് എന്നെ നോക്കും അത്ര. അങ്ങനെ തന്നെ അച്ഛൻ്റെ അവരുടെ കൃഷ്ണേട്ടൻ്റെ ഡ്രസ്സ് ഇസ്ത്രി ഇടാൻ വേണ്ടി ആ ധോബികളുടെ അവിടെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കും അത്ര എന്നെ. അപ്പോഴേ അവരുടെ ഉള്ളിൽ ഞാനുണ്ട്. ജന്മാന്തരങ്ങളുള്ളതാണല്ലോ, നമുക്കറിയുന്നില്ലല്ലോ. അപ്പം പറഞ്ഞോടെ ആരും ഇല്ലെങ്കിൽ ആ പെണ്ണിന് ഞാൻ കല്യാണം കഴിക്കും. 7 വയസ്സുള്ള ആളാണ് പറയുന്നത്. ആ പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കും. അത് കഴിഞ്ഞു. പിന്നെ അവർ പോയി. പിന്നെ എൻ്റെ ഇതും കാലങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിയോട് ഒരു നാടകം കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടെ ബസ്സിൽ തിരിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ നമുക്ക് ഈ ഇവിടെ ഇങ്ങനെ നിന്ന ആളല്ല, നമുക്ക് ഈ പുറത്തേക്ക് നോക്കുന്ന സ്വഭാവമുണ്ട്. ബസ്സിൻ്റെ സീറ്റിലിരുന്നുകൊണ്ട് പുറത്തെ കാഴ്ചകൾ കാണുന്നു. അപ്പോൾ ഇവർ വായിച്ചിരിക്കുന്ന കുറേ നോവലിലെ മുട്ടത്ത് വർക്കിയുടെ അവരൊക്കെ നോവലിലെ ഒരു പെണ്ണിനെ പോലെ എന്നെ തോന്നി. അപ്പോൾ പുള്ളിക്കൊരു ചമ്മലുമുണ്ട്, മറ്റുള്ളവർ ഇത് കാണുന്നുണ്ടോ. പുള്ളി എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം പിറകിൽ നിന്നുകൊണ്ട് ഒരാളിങ്ങനെ കിള്ളി കഴിഞ്ഞപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്താ ചോദിച്ചു. അപ്പം ഞാൻ നാടകത്തിന് പോയതാണ്, തിരിച്ചു വരുന്ന വരവാണെന്ന്. ഒറ്റ കാണുമെന്ന് ചോദിച്ചപ്പോൾ അല്ല മോളുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ കാണിച്ചപ്പോൾ പുള്ളി അതിന് നോക്കി. അപ്പം പുള്ളിക്ക് മനസ്സിൻ്റെ അകത്ത് ആ ഒരു പഴയ ഓർമ്മകളല്ല, പക്ഷെ ആ ഇത് ഉണ്ടായിരുന്നു. നേരെ നമ്മൾ അന്ന് ബസ് സ്റ്റാൻഡ് മുനീശ്വരൻ കോവിലിൻ്റെ ഇങ്ങോട്ട് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ്. അവിടെ പുള്ളി ബസ് ഇറങ്ങിയിട്ട് നേരെ റെയിൽവേ മുത്തപ്പൻ്റെ അടുത്ത് പോയി പറഞ്ഞു, മുത്തപ്പ ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടു. വയസ്സ് എത്രയെന്നറിയോ? 15 വയസ്സേ ആയിട്ടുള്ളൂ. 15-16 വയസ്സേ അന്ന് അവർക്കുള്ളൂ. 18 വയസ്സ് അന്ന്. എനിക്കന്ന് 17 വയസ്സ്. അപ്പോൾ അവിടെ പോയിട്ട് മുത്തപ്പനോട് പറഞ്ഞു, മുത്തപ്പ ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പ്രകാശേട്ടനാണോ ഇപ്പൊ പറയുന്നത്? ഇപ്പോഴാണ് അത് പറയുന്നത്. പോയിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടു, എനിക്ക് അവളെ തന്നെ കെട്ടിച്ചു തരണം കേട്ടോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പുള്ളി പോയി. അപ്പം അതൊക്കെ ഇപ്പോൾ എന്നോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അന്ന് പറയായിരുന്നില്ലേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പേടിയല്ല, എന്ത് വിചാരിക്കും എന്നുള്ളൊരു ഇതാണ്. പുള്ളിയുടെ മനസ്സിനകത്ത് ഒരുപാട് മോഹങ്ങൾ, ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് പ്രകാശേട്ടനെ കണ്ടിരുന്നെങ്കിൽ എന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ പിന്നെ വരുന്നത് പ്രകാശൻ്റെ ഇതിൽ ഒരു ബേക്കറി ഉദ്ഘാടനം, കൃഷ്ണേട്ടൻ്റെ ഒരു ബേക്കറി ഉദ്ഘാടനം സിറ്റിയിൽ, കണ്ണൂർ സിറ്റിയിൽ. അപ്പം ഞാൻ സിനിമയിലേക്ക് വന്നു. ഞാനിവരെ ശ്രദ്ധിക്കുന്നില്ല, കാരണം എനിക്ക് കൃഷ്ണേട്ടൻ്റെ മകനെന്ന് മാത്രമേ അറിയുള്ളൂ, അല്ലാതെ എനിക്ക് വേറെ ഒരു ഇതൊന്നും തോന്നിയില്ല. അപ്പോൾ ഇവർ ബേക്കറി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഇവരുടെ അച്ഛൻ വീട്ടിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ നമുക്ക് ശ്രീലതനെ കൊണ്ട് എന്തായാലും ഉദ്ഘാടനം ചെയ്യിക്കാവുള്ളൂ, ഇപ്പം നിറഞ്ഞു വരുന്ന ഒരു നടിയല്ലേ. അപ്പോൾ എല്ലാവരും ഏട്ടന്മാരൊക്കെ സമ്മതിച്ചു, ഇവർ സമ്മതിച്ചില്ല. ഇവരെ പേരിലാണ് ബേക്കറി. അപ്പം അച്ഛൻ 3 ദിവസം നിരാഹാരം ഇരുന്നു. ഇവരച്ഛൻ. അപ്പം അമ്മ പറഞ്ഞു എടാ നിന്റെ അച്ഛൻ 3 ദിവസമായിട്ട് നിരാഹാരം കിടക്കുകയാണ്. അപ്പോൾ അവർ പോയി ചോദിച്ചു എന്താ പിതാശ്രീ ഈ 3 ദിവസം നിരാഹാരം ഇരിക്കാൻ വേണ്ടി മാത്രം ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായേ എന്ന് ചോദിച്ചു. ശ്രീലതനെ വിളിക്കണം, ഉദ്ഘാടനം ചെയ്യാൻ ശ്രീലതനെ വിളിക്കണം. അപ്പോൾ ഇവർ വിളിച്ചില്ലെങ്കിൽ മരണം വരെ ഞാനിവിടെ കിടക്കും. അപ്പോൾ ഇവർ പറഞ്ഞു ഓള് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനും കാരണം വലിയ നടിയൊക്കെ അല്ലേ, അതിനൊരു കാരണമുണ്ട്, അതും ഞാൻ പറയാം. അപ്പം പറഞ്ഞു അത് ഞാൻ പറഞ്ഞാൽ വരും എന്ന് പറഞ്ഞു. അച്ഛൻ ഓക്കെ ആക്കി, അച്ഛൻ പോയി. അപ്പം അതിനൊരു കാരണം എന്ന് പറഞ്ഞത് അതിനു മുമ്പ് ഒരു ദിവസം എന്നോട് വന്നിട്ട്, അപ്പം ഞാൻ നാടകത്തിൽ ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുമ്പോൾ മുണ്ടയാട് ഒരു കലാസമിതി, കിഴുന്നപ്പാറ ഒരു കലാസമിതി, കിഴുന്നപ്പാറക്ക് ഒരു കലാസമിതി, മുണ്ടയാട് തന്നെ.
അവിടെ ഒരു നാടക സമിതിയിൽ കലാപരിപാടികൾ ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു വലിയ പരിചയമൊന്നും അല്ല എനിക്ക്, എന്നാലും ഞാൻ പോയിട്ട്, പക്ഷെ പുള്ളി മറ്റേ കാര്യങ്ങളൊക്കെ മറന്നു കേട്ടോ. ഏത് മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് പ്രണയം പറഞ്ഞതെല്ലാം അതൊക്കെ വിട്ടു. അത് പോയിട്ട് പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞു നോക്കാം, അച്ഛനുമായിട്ട് നല്ല കണക്ഷനാണ്, ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വന്ന് കണ്ടു. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഏത് ലൊക്കേഷനിലാണ് ഞാൻ ഉണ്ടാവുമെന്നോ വീട്ടിലുണ്ടാവുമെന്നോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും. അപ്പോൾ പിന്നെ നിങ്ങളുടെ പരിപാടിയിൽ നോട്ടീസിൽ പേരടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റിയില്ല, മോശമല്ലേ, എന്നിട്ട് പേരൊന്നും അടിക്കണ്ട എന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ വരാമെന്ന്. ഞാൻ പിന്നെ ഇവരെ ഒട്ട് വിളിച്ചതുമില്ല പറഞ്ഞതുമില്ല. അപ്പോൾ ആ നാടകം അവതരിപ്പിക്കുന്നത് ഈ അലവിദേശ സമിതിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നവർ എന്നോട് വരണം എന്ന് പറയുമ്പോൾ അവരെ കാറിൽ തന്നെ കൂട്ടിയിട്ട് അവരെന്നെ പോയി. അവിടെ എത്തി. അപ്പോൾ ഇവർ സമിതിയോട് പറഞ്ഞാൽ അവർക്ക് സൗകര്യം ഉണ്ടോയെന്ന് അറിയില്ല, വരാൻ പറ്റുമെന്ന് അറിയില്ല, പറ്റുമെങ്കിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ആ പരിപാടിക്ക് ഇങ്ങനെ സംഘാടകനായി നിൽക്കുമ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യാണ്, പ്രശസ്ത സിനിമാതാരം കണ്ണൂർ ശ്രീലത ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു. അപ്പോൾ ആ കൂടെയുള്ളവർ വെച്ച് നീയല്ലേ പറഞ്ഞവ കിട്ടില്ല എന്ന്. ഇപ്പം അവരെങ്ങനെയാണ് വന്നത്? അപ്പോൾ പുള്ളീനെ ഞാനത് അവോയ്ഡ് ചെയ്തെന്നുള്ളൊരു തോന്നൽ, അത് പുള്ളിക്ക് എന്നോട് ഭയങ്കര ഈർഷ്യയായി. എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, എനിക്ക് ഞാനൊരു സ്ഥലം. അതാണ് ഈ ഉദ്ഘാടനത്തിന് എന്നെ വേണ്ടാന്ന് പറയാനുള്ള ഒരു കാരണം. അപ്പോൾ അത് ഉദ്ഘാടനം കഴിഞ്ഞു തിരിച്ചു വരുന്ന സമയത്ത് ഇവരേട്ടന്മാരെ എനിക്ക് കുറേ ബേക്കറി സാധനങ്ങളൊക്കെ എടുത്ത് കയ്യിൽ തരാൻ വേണ്ടി ഇവരെടുത്ത് കൊടുത്തു. ഇവർ പറഞ്ഞു കൊടുക്കില്ല, ഞാൻ കൊടുക്കില്ല, നിങ്ങളെന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. നിൻ്റെ പേരിലല്ലടാ ബേക്കറി, നീ കൊണ്ട് കൊടുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കൊണ്ടു തന്നു. അപ്പം ഞാനൊരു ചിരിയൊക്കെ ചിരിച്ചു. അതുമുതലാണ് പിന്നീട് ഞാൻ, അപ്പോൾ എന്നോട് ഇവരച്ഛൻ പറഞ്ഞു കുറച്ച് വായിക്കുന്ന ശീലം എനിക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കൃഷ്ണേട്ടാ എനിക്ക് കുറച്ച് ബുക്കുകൾ കിട്ടിയാൽ ലൈബ്രറിയിൽ എനിക്ക് ഒന്നും വലിയ ഇതറിയില്ല, മെമ്പർഷിപ്പൊന്നും ഇല്ലല്ലോ, അപ്പോൾ എനിക്ക് കുറച്ച് ബുക്കുകൾ കിട്ടിയാൽ നന്നായിട്ട്. ഒന്നും വേണ്ട, നീ പ്രകാശനോട് പറഞ്ഞാൽ മതി, ഇവിടെ ഇരിക്കുന്ന കണ്ണൂരിലിരിക്കുന്ന എല്ലാ ലൈബ്രറിയിലും അവന് മെമ്പർഷിപ്പുണ്ട്. അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു, പ്രകാശേട്ടനോട് പറഞ്ഞു ഒന്ന് കാണണം. വന്നില്ല, വിളിച്ചിട്ട് വന്നില്ല. ഒരു 3-4 തവണ ഞാൻ, അപ്പോൾ ഓരോ തവണ ഇപ്പൊ ഒന്ന് വിളിപ്പിക്കണം. അഭിനയ ജീവിതത്തിൽ നടന്നു വന്ന വഴികളെക്കുറിച്ചും നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെയാണ് കണ്ണൂർ ശ്രീലത ക്വസ്റ്റ്യൻ അവറിന്റെ ആദ്യ എപ്പിസോഡിൽ നമ്മളോട് പറഞ്ഞത്. ഈ അഭിമുഖത്തിൽ കണ്ണൂർ ശ്രീലതയുടെ ഭർത്താവായ പ്രകാശനും ചേരുകയാണ്. അദ്ദേഹമൊത്തുള്ള ആ അഭിമുഖത്തിന്റെ 2ാം ഭാഗം നാളെ തിങ്കളാഴ്ച രാത്രി 9 മണിക്ക് സംപ്രേഷണം ചെയ്യും. എല്ലാ പ്രേക്ഷകർക്കും കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിന്റെ തിരുവോണാശംസകൾ. നന്ദി, നമസ്കാരം.